ഹായ്, ഇന്ന് ഞായറാഴ്ച. അപ്പം ഞങ്ങൾ ആനചാടിക്കുത്ത് കാണാൻ പോകുമെന്ന് കണ്ണമ്മോൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും കാണാൻ പോയിട്ടില്ല. തൊടുപുഴയിലാണ് താമസമെങ്കിലും എങ്ങും അങ്ങനെ പോയിട്ടൊന്നുമില്ല. എന്നാൽ പോവാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ എന്നാൽ കമ്മലെടുത്തിടാനും മറന്നുപോയി. ഉണ്ടോ, ഒരാളാണെങ്കിൽ ഐസ്ക്രീം തീർന്നു, എന്നിട്ട് ബാക്കി അവൾ പഠിച്ചു നോക്കുക ഐസ്ക്രീം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. എവിടെ പോയാലും പാട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വോയിസ് ഓവർ കൊടുത്തേ പറ്റുള്ളൂ. പൊന്നുണ്ണിയാണെ പാട്ട് വണ്ടി കയറുമ്പോഴറിയും പാട്ട് വെച്ചെന്ന് പറയും. പിന്നെ അവൻ്റെ ഇഷ്ടത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ യദുവൊക്കെ നമ്മുടെ ഫാമിലിയിൽ എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് യദു. സുജിത്തുമൊക്കെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് അവൻ്റേതായ കുറച്ച് ഇതുള്ളതുകൊണ്ട് എപ്പോഴും വരാൻ പറ്റുകയില്ല. യദു പിന്നെ അങ്ങനെയല്ല, എവിടെ പോയാലും അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ്റെ മടിയിലാണ് പൊന്നുണ്ണി ആൾ കളിച്ച് കയറിയിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കി പോകുന്ന വഴിയൊക്കെ. എനിക്കിഷ്ടമായി ഇങ്ങനെ രണ്ട് വശവും മരങ്ങളും ഒക്കെ ആയിട്ട് നടുക്കൂടിയുള്ളൊരു യാത്ര. എന്ത് ഭംഗിയാണെന്ന് നോക്കുന്നത്. ചുറ്റും പച്ചപ്പും ഒക്കെ നല്ല ഭംഗിയായൊരു സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു പാലത്തിൻ്റെ ഒക്കെ നിറയെ വെള്ളം കേട്ടോ. മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മഴ പെയ്യുമോ ഇല്ലെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പ്രാർത്ഥിച്ചിട്ടാണ് പോകണത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മലകളും പുഴകളും അടിപൊളി. നമ്മുടെ ഇടുക്കി ജില്ലയുടെ സൗന്ദര്യം എടുത്തു പറയേണ്ടത് തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ആനചാടിക്കുത്തെത്തി. നിന്റെ പേഴ്സ് നിനക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ വേണ്ട എവിടെ വന്നു, ആ കാറിനകത്ത് നോക്ക്. ആനച്ചാടിക്കുത്തല്ലേ, അങ്ങനെ നമ്മൾ ആനച്ചാടിക്കുത്തിൻ്റെ താഴ്വാരത്തെത്തി. ഇതുണ്ടോ മരോട്ടിക്കൽ ഹോം സ്റ്റേ. ഇത് ഇവിടെ പേൻ പാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് വരുക. ഏത് വന്നിട്ടുണ്ട്. ഒരു 2 ഐസ്ക്രീം മേടിച്ചു, ഒരു ചിക്കൻ മേടിച്ചു. അല്ല 2 സ്പൂൺ 2 സ്പൂൺ ഉള്ളത്. അപ്പം ഞാൻ കൈ കൊണ്ട് കഴിക്കുന്നു. വേണ്ടേ പാറു അവിടെ ഏതാണ്ട് ചന്ദ്രനിലൊക്കെ കയറാൻ പോകുന്ന പോലെ വായൊക്കെ ഇട്ട് പോവാ. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാവച്ചിയും ചിന്നും കാണത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് വേണം ബാവച്ചിയും ചിന്നും വരട്ടെ. അവർക്കാണെങ്കിൽ ഒരു കാലത്തും അവധിയില്ല. നമ്മളെവിടെയെങ്കിലും പോകുന്നത് പിള്ളേരെ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണേൽ ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അത്രയും പെട്ടെന്ന് പിള്ളേരെ കൊണ്ടുവരണം. ഐസ്ക്രീം ഇതില്ല ജോണ, കണ്ടോ എല്ലാവരും കൈയിട്ട് ഐസ്ക്രീം തിന്നു. എവിടെ പോവാ? വെള്ളത്തിൽ ചാടാൻ പോവാണോ എൻ്റെ പൊന്നുണ്ണി? ആനച്ചാടിക്കുത്ത് പോവാന്ന് പറ. ആണോ ഗൈസ്? ആനച്ചാടിക്കുത്ത് കാണാൻ പോവാന്ന് പറ. ഫോട്ടോ എടുക്കുവാണോ? ആ നോക്കൊരു ഇടവഴി കൂടിയൊക്കെ വേണം കേട്ടോ പോകേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ പാടാണ് എനിക്ക് ഇറങ്ങി പോകാനായിട്ട്. എന്താണ് പക്ഷേ നല്ല രസമല്ലേ. എല്ലാവരും കൂടി ഉള്ളപ്പോഴത്തേനും അങ്ങ് പോകും. പയ്യലും പിള്ളേർ വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. കാരണം ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ സമയത്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഒന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ പിള്ളേർക്ക് അറിവ് വെച്ചപ്പോഴാണ് പിള്ളേർ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അന്നേരത്തേനും അങ്ങ് പോകും. നല്ല രസമല്ലേ എല്ലാവരുടെയും കൂടെ. ഇത് താഴേന്നൊരൊറ്റ പാറയുണ്ട് കേട്ടോ. നമ്മൾ ഈ ഉറവപ്പാറയിലൊക്കെ പോകുന്നു പറഞ്ഞ പോലെ എന്താ താഴേന്നൊരൊറ്റ പാറയുണ്ട്. ഇത് കണ്ടോ, ഒരു പാറ ഒറ്റയ്ക്കുണ്ട്. ഞാനോർത്ത് ഇതിലല്ല പോകുന്നത് നേരത്തെ. എന്തോ അമ്മമാർ അവിടെ ചെന്നിട്ട് അമ്മമാർ ദുഷ്ടന്മാർ ഞങ്ങളെ വിളിക്കാതെ അമ്മമാർ അവിടെ പോയി. അമ്മച്ചിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ മോനെ? അവൾ പെട്ടെന്ന് കയറി പോട്ടെന്ന്. ഞാൻ എൻ്റെ ദൈവമേ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ നടന്നു. അത് അയ്യപ്പ ഉണ്ടോ ദൈവമേ മതി. ആഹാ, ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ആനയുടെ സൈഡിൽ വന്ന് നിന്ന് വെച്ച് ഫോട്ടോ എടുക്കുന്ന പോലെയൊക്കെ തോന്നും അല്ലേ പാറു? ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഉറവയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഉറവകളും ഒക്കെയുണ്ട്. അയ്യപ്പ സ്വാമി നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഞങ്ങൾ ഇത്ര അടുത്ത് കിടന്നിട്ട് തൊടുപുഴ കിടന്നിട്ട് ഇപ്പോഴൊക്കെ 10-30 വർഷമായി തൊടുപുഴ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇവിടെയൊക്കെ വരുന്നത്. ദൈവമേ എല്ലാവരും അങ്ങ് പോയെന്ന് തോന്നുന്നു. ഞാൻ മാത്രമാണ് ഏറ്റവും പുറകിലെ. ഇവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്യുക. അവരെല്ലാം മുന്നിൽ പോയി. ഞാനാണ് ഏറ്റവും പുറകെ പോകുന്നത്. മടുത്തേ
ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. മൊത്തം അങ്ങ് പാറ കേട്ടോ, പാറമയം. 500 മീറ്റർ എന്നല്ലേ പറഞ്ഞേ അല്ലേ? അയ്യോ, ഇതൊക്കെ ഹോം സ്റ്റേ ആണ്. നമ്മളതിനിവിടെ വന്നിട്ടില്ലല്ലോ. സ്റ്റേ വിത്ത് അസ്. കണ്ണമ്മനൊക്കെ കാണാൻ പോലും അവന്മാരെവിടെ പോയോ ഇല്ലയോ? ഇത് വീണ്ടും പാറകളുണ്ടോ, പാറ കൂട്ടമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടുന്ന് കാണാം, അവിടെ കണ്ടോ വെള്ളം ഒഴുകണ കണ്ടോ. ഞാൻ തന്നെ വീഡിയോ പിടിച്ച് വല്ലതും പറഞ്ഞുകൊണ്ടോ പാറുവിനോടൊക്കെ പറഞ്ഞാൽ പാറു ഇങ്ങനെ ചുമ്മാ ചിരിച്ചോണ്ട് അവൾ നിൽക്കുന്നല്ലാതെ അവൾ വീഡിയോ എടുക്കല, സജീവനും ചെയ്യല. അയ്യപ്പ നല്ല രസം കേട്ടോ. കുഴിയിലല്ല, പാറ ഇന്ന് തന്നെ പോയാൽ തന്നെ ഇങ്ങനെ. എന്താണ് ഭംഗിന്ന് നോക്കൂ ഗൈസ്, എന്ത് രസമാണെന്ന് നോക്കിയേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങും, ഇതിലെങ്ങാനും തെന്നിയാ താഴെ കിടക്കും. ഇതിന്റെ മേൾ വശം. ഇനി നമ്മൾ താഴോട്ട് പോവാം. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്, നല്ല ഭംഗിയല്ലേ കണ്ടോ, എന്ത് രസമാണ്. അപ്പം ഞങ്ങൾ കണ്ണമ്മനൊക്കെ അങ്ങ് പോയത് കൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും പറ്റിയില്ല. അവരൊക്കെ ചെല്ലാമല്ലോ, വെള്ളച്ചാട്ടം കാണാമല്ലോ നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോയി താഴ്ച കണ്ട് ഇറങ്ങിപ്പോന്ന് കണ്ടോ. അവന്മാർ ഞങ്ങൾക്ക് പറഞ്ഞില്ല, എന്നിട്ട് ഞങ്ങൾ ഇനി കയറി വന്നു. അതുകൊണ്ട് മേൽവശം കാണാൻ പറ്റി കേട്ടോ. എന്നാൽ താഴെയാന്ന് അവന്മാർ പറയാം. എൻ്റെ കുഞ്ഞായിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. നാളെ വാഗമണ്ണി പോയപ്പോൾ തന്നെ ഒരു ഇച്ചിരി വെള്ളം കണ്ടപ്പോഴത്തേനും പുള്ളിക്ക് തന്നെ സന്തോഷമായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരപ്പൊക്കെ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇന്നലെ വന്നായിരുന്നു പറഞ്ഞു, നല്ല ഭംഗിയാന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണമ്മോനൊക്കെ പറഞ്ഞ് കണ്ണമ്മോൻ അതാണ് ഇന്ന് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞു നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് എന്താണേലും വന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല ഭംഗിയല്ലേ വെള്ളച്ചാട്ടം കാണാനായിട്ട്. കണ്ണമ്മോൻ ഇറങ്ങിപ്പോയി. കണ്ണമ്മോനൊക്കെ നീന്തലറിയാം, എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല. എന്നാലും പൊന്നുണ്ണിയെ വെള്ളത്തിലൊന്ന് ഇറക്കണമെന്ന് ഓർത്തുകൊണ്ട് ഇച്ചിരി വെള്ളത്തിൽ ഇറങ്ങിപ്പോയി. ഞാൻ അവിടെയൊക്കെ പൊന്നുണ്ണിയെ കൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. എനിക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയല്ലേ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇഷ്ടം പോലെ കുട്ടികളും ലേഡീസും ഒക്കെ ഉണ്ട്. എന്നിട്ട് കുറേ ആൾക്കാർ, കുറേ ആണുങ്ങൾ വന്നിട്ട് അവർ ബ്രാൻഡിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ, ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ വെള്ളച്ചാട്ടത്തിൽ പിടിക്കുക, അവിടെ നിന്ന് കുടിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് എന്താണെങ്കിലും അതൊക്കെ നിരോധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും ആൾക്കാരൊക്കെ ഒരു വിനോദസഞ്ചാര സ്ഥലമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ ഇത്രയും പരസ്യമായിട്ട് ഇന്ന് അങ്ങനെ കാണിക്കുമ്പോൾ അതിനൊക്കെ എതിരെ നടപടിയൊക്കെ എടുക്കേണ്ടതാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത്. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എത്രയോ പേര് ഇറങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടെന്നറിയാമോ. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേനും എന്ത് വിശ്വസിച്ച് നമ്മൾ ലേഡീസും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങി ചെല്ലും. കാര്യം പോലീസ് പ്രൊട്ടക്ഷനും കാര്യമൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെയല്ലേ ആദ്യം വിലക്കേണ്ടത്. കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല, എല്ലാവരും വരണം, കാണണം, എടുക്കണമെന്നൊന്നും പറയല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടു. എപ്പോഴും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ആനച്ചാടിക്കുത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി എല്ലാവരും ഞങ്ങളെ ഇട്ടിട്ട് പോയി. പക്ഷേ എനിക്കധികം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അതിനിടയ്ക്ക് വെള്ളവടി ഒക്കെ അല്ലേ, വെള്ളത്തിൽ കൊണ്ടുപോയി വെള്ളം അടിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമുക്കങ്ങനെ ഇറങ്ങാനുള്ളൊരു അത്രയും വലിയൊരു ഇത് കണ്ടില്ല. അപ്പം തന്നെ ഞങ്ങളിഞ്ഞ് കയറി. ഇത് തന്നെയല്ല, കുറച്ചങ്ങ് പോകണമായിരുന്നു. സജീവനൊന്നും ഇറങ്ങിയൊന്നുമില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നടപ്പൊരിച്ചിരി ഭയങ്കര. പിള്ളേർ അപ്പുറം വഴി വണ്ടിയൊക്കെ ഇടായിരുന്നു, അതറിയില്ലായിരുന്നു. പിള്ളേർ ഇവിടെ യദുവിന് അവരിന്നലെ വന്നപ്പോൾ അവിടെ ഇട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ടും മേളി വണ്ടി ഇടായിരുന്നു. അപ്പോൾ ഇത്രയും നടക്കണ്ട. അങ്ങനെ പെട്ടെന്നൊരു ഞാൻ ഡ്യൂട്ടിക്ക് പോയത് അവിടുന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ പോരുന്നു. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങും. കഴിഞ്ഞാൽ പോകുന്ന വഴിക്കൊന്നും പറ്റില്ല. അവിടെ ഒരു എന്നെ ആനക്കല്ലോ എന്നാ എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞത്. അവിടെ കയറ്റുമില്ലെന്ന് അറിയത്തില്ല. അയ്യോ, ഇത് ഹോം സ്റ്റേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.